യഥാർത്ഥ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥ സംഭവം കർണാടകയിലെ ബണ്ടുവാൾ താലൂക്കിലെ ബാരിമാർ എന്ന ഗ്രാമത്തിൽ നിന്നും അനിത മുല്ല എന്ന 22 വയസ്സുകാരിയെ കാണാതാവുന്നു. 2009 ജൂൺ 17-നാണ് അനിതയെ കാണാതാവുന്നത്. അവിടെയുള്ള ആളുകളാകെ പരിഭ്രാന്തിയിലായി മാറി. അനിതയെ അന്വേഷിച്ച് അവർ പലയിടത്തും അലഞ്ഞു. അനിതയുടെ കുടുംബം വളരെ സങ്കടത്തിലായി മാറി. അപ്പോൾ അവർ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ അവിടെയുള്ള അന്യജാതിയിൽപ്പെട്ട ഏതെങ്കിലും പുരുഷൻ അനിതയെ തട്ടിക്കൊണ്ട് പോയിരിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. കാരണം ആ അന്തരീക്ഷമാകെ അവരുടെ ആ സ്ഥലമാകെ ബണ്ടുവാൾ താലൂക്ക് ആകെ ഒരു ജാതി വിഭജനത്തിന്റെ പേരിൽ അടിപിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അവരങ്ങനെ ചിന്തിച്ചതിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പോലീസ് അങ്ങോട്ട് ഓടി വന്നു. കാരണം ജാതിയുടെ പേരും പറഞ്ഞ് അവിടെ കലാപവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ പെട്ടെന്ന് പോലീസ് വേഗം അനിതയെ കണ്ടെത്താനുള്ള പരിപാടികൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുകയാണ് കർണാടകയിൽ തന്നെയുള്ള ഒരു പഴയ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് നിന്നും ഒരു ശൗചാലയത്തിന്റെ അകത്ത് നിന്നും 22 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടുകിട്ടുന്നത്. വായിൽ നിന്നും നുരയും പതയൊക്കെ ചാടി പുറത്ത് വന്നാണ് ആ മൃതദേഹം കണ്ടുകിട്ടിയത്. പക്ഷെ പെട്ടെന്ന് അജ്ഞാത മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ അതും പെട്ടുപോയി. അങ്ങനെ പെട്ടെന്ന് അത് മറവ് ചെയ്ത് കളയുകയും ചെയ്തു. പോലീസ് അത് അറിയാതെ പോയി എന്നാണ് തോന്നുന്നത്. പോലീസിന് അത് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. പക്ഷേ പോലീസ് അനിതയെ കണ്ടെത്താനുള്ള ഊർജിതമായ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്ന് മറവ് ചെയ്ത ആ മൃതദേഹം അനിത മുല്ല എന്ന 22-കാരിയുടെയാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ പോലീസ് പെട്ടെന്ന് നീങ്ങിയത്, പോലീസിന്റെ അന്വേഷണ വിഭാഗം പെട്ടെന്ന് നീങ്ങിയത് മറ്റൊരു വഴിയിലൂടെയാണ്. ആർക്കും പെട്ടെന്ന് പോകാൻ സാധിക്കാതിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു വഴിയിലൂടെയാണ്. അവർ അനിത വിളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഫോൺ നമ്പറുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ലാൻഡ് ലൈനിൽ നിന്നും രാത്രി കാലങ്ങളിലൊക്കെ അനിത വിളിച്ചിരുന്നു, സ്ഥിരമായിട്ട് ഒരു നമ്പറിലേക്ക് വിളിച്ചിരുന്നെന്ന് പോലീസിന് മനസ്സിലാവുന്നു. അങ്ങനെ പോലീസ് പെട്ടെന്ന് ആ നമ്പറിനെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ആ സിം മടിക്കേരിയിലുള്ള ശ്രീധർ എന്ന ആളുടെ പേരിലുള്ളതാണ്. മടിക്കേരി ശ്രീധർ. അങ്ങനെ ശ്രീധറിനെ തപ്പിച്ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ശ്രീധർ സത്യത്തിൽ ഞെട്ടിപ്പോകുന്നു. എനിക്കറിയില്ല, അനിത മുല്ല എന്ന 22-കാരിയെ എനിക്കറിയില്ല, ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് ശ്രീധർ കരഞ്ഞുകൊണ്ട് പോലീസിനോട് പറയുന്നു. അപ്പൊ പോലീസ് ചോദിക്കുന്നു, പിന്നെ ഇത് ആരുടെ പേരിലുള്ളതാണ് ഈ സിം? അങ്ങനെ അന്വേഷിച്ച് ചോദിച്ചൊക്കെ വന്നപ്പോഴാണ് പറയുന്നത് ശ്രീധരന്റെ സഹോദരിയാണ് ഈ നമ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീധരന്റെ സഹോദരിയുടെ പേര് കാവേരി എന്നാണ്. കാവേരിയെ പക്ഷേ 2008 വർഷം മുതൽ കാണാതായിരിക്കുന്നു. 2008 വർഷം മുതൽ കാവേരിയെ കാണാതായിരിക്കുന്നു. കാവേരി തിരിച്ചു വരുന്നതും കാത്താണ് ഈ കുടുംബം കാത്തിരിക്കുന്നതെന്ന് ശ്രീധർ വീണ്ടും പറയുന്നു. അപ്പൊ പോലീസ് ആശയക്കുഴപ്പത്തിലാവുന്നു. അങ്ങനെ കാവേരി കൂടുതൽ വിളിച്ച് സംസാരിച്ചിരിക്കാൻ സാധ്യതയുള്ള നമ്പറുകൾ തേടി പരിശോധിച്ചപ്പോൾ പോലീസ് കണ്ടെത്തിയത് കാസർഗോഡുള്ള പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയിലേക്കാണ്. അങ്ങനെ പുഷ്പയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസ് വീണ്ടും ഒരു ഞെട്ടലിന്റെ വക്കിലെത്തി. കാരണം പുഷ്പയെയും ഇതേ സാഹചര്യത്തിൽ തന്നെ കാണാതായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീയിൽ നിന്നും അടുത്ത സ്ത്രീയെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ അവർ മുൻപേ കാണാതായിരിക്കുന്നു എന്നുള്ള വിശദാംശത്തിലേക്ക് പോലീസ് എത്തിപ്പെടുന്നു. 20ഓളം സ്ത്രീകളെയാണ് നിരന്തരമായി ഈ അവസ്ഥയിൽ കാണാതായി തീർന്നിരിക്കുന്നത്. 22 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിട്ടുള്ള യുവതികളെ അങ്ങനെ കാണാതായിരിക്കുന്നു. പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു. പോലീസ് അങ്ങനെ കൃത്യമായ രീതിയിൽ ഇത് കണ്ടെത്തണം എന്നുള്ള ഒരു ഒറ്റ വാശിയോടുകൂടി സൈബർ വിങ്ങിന്റെ സഹായത്തോടു കൂടി അന്വേഷണം കൂടുതലൊന്ന് ഊർജിതമാക്കി മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈബർ വിങ് ഒരു സൂചന പോലീസിന് കൊടുക്കുന്നത്. കാരണം ഈ നമ്പറുകളൊക്കെ, ഈ കാണാതായ പെൺകുട്ടികളെ വിളിച്ചിരിക്കുന്ന ആ നമ്പറുകളൊക്കെ ഒരു വട്ടമെങ്കിലും കർണാടകയിലെ ദർലക്കട്ടെ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് വെച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതൊരു സൂചനയായിരുന്നു, പോലീസിന് കിട്ടിയ ഒരു വമ്പൻ സൂചനയായിരുന്നു. പോലീസ് ഒന്നും കൂടി കൃത്യമായ രീതിയിൽ ദർലക്കട്ട പരിസരങ്ങൾ ആകെ അന്വേഷിച്ചു. അവിടെയുള്ള ലോഡ്ജ് മുറികളും ഹോട്ടലുകളും അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡുകളും ബസ് സ്റ്റാൻഡുകളൊക്കെ പരിശോധിച്ചു. പക്ഷെ അവിടെ ആരും ഈ സ്ത്രീകളെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും സൈബർ വിങ്ങിന്റെ ഒരു പരിശോധന ഫലം ഒരു സൂചനയായിട്ട് പോലീസിനോട് പറയുന്നത്, അടുത്ത നിമിഷത്തിൽ തന്നെ, അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ദർലക്കട്ടയിൽ വെച്ച് കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള കാണാതായ ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ആക്റ്റീവ് ആയിരിക്കുന്നു, അവിടെ അതിനുള്ള സൂചന ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലീസ് വേഗം തന്നെ അങ്ങോട്ട് പറന്നെത്തുന്നു. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവിടെ വെച്ച് ഒരു 16 വയസ്സുകാരനായിട്ടുള്ള ധനുഷ് എന്ന് പറഞ്ഞ പയ്യനെ പൊക്കുന്നു. അവന്റെ കയ്യിലാണ് കാവേരിയുടെ പഴയ ഹാൻഡ്സെറ്റ് ഇരിക്കുന്നത്. അപ്പൊ അവനാകെ പേടിച്ച് നിലവിളിച്ച് പോലീസിനോട് കൈകൂപ്പി പറയുന്നു, എനിക്കറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയുന്നു. പോലീസ് ചോദിക്കുന്നു, ഈ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് ചോദിക്കുന്നു, ഇവരെ നീ കണ്ടിട്ടുണ്ടോ, അറിയുമോ എന്ന് ചോദിക്കുന്നു. ഇവരെ ആരെയും അവനറിയില്ല. അനിതയെ അറിയില്ല, ഈ പറഞ്ഞ പുഷ്പയെ അറിയില്ല, കാവേരി അറിയില്ല, ആരെയും അറിയില്ല അവന്. പക്ഷെ അവന് എവിടെ നിന്ന് ഈ ഹാൻഡ്സെറ്റ് കിട്ടിയെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൻ അതിന് ഉത്തരം പറഞ്ഞു, അത് അവന്റെ അമ്മാവനായിട്ടുള്ള മോഹൻ മാസ്റ്റർ നൽകിയതാണ്. ഉടനെ തന്നെ മോഹൻ മാസ്റ്ററെ പോലീസ് പൊക്കുന്നു.
അങ്ങനെ പിറ്റേന്ന് കർണാടകയിലെ പത്രങ്ങൾ, മാധ്യമങ്ങളെല്ലാം എഴുതി 20 യുവതികളെ, 20 പാവപ്പെട്ട പെൺകുട്ടികളെ സൈനൈഡ് കൊടുത്തു കൊന്ന ക്രൂരനായ കൊടൂരനായിട്ടുള്ള കുറ്റവാളി സൈനൈഡ് മോഹനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ മോഹൻകുമാറിന് സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പേര് തന്നെ വീണു. സൈനൈഡ് മോഹൻ. മോഹൻകുമാർ 1963 ജനിക്കുന്നത്. മോഹൻകുമാർ വിവേകാനന്ദൻ എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു അധ്യാപക ജോലിയിലേക്ക് കടന്നു കയറി. അവിടെ ഒരു പ്രൈമറി സ്കൂളിലെ PT മാഷായിട്ട് അങ്ങനെ ജോലിയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ പോവുകയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ താൻ പഠിപ്പിക്കാൻ ചെന്ന സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഒരു പ്രണയത്തിലാകുകയും ചെയ്തു. എന്നിട്ട് അവള് പ്രായപൂർത്തി ആവാനായിട്ട് കാത്തിരുന്നു. അങ്ങനെ അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ശേഷം പക്ഷെ ആ ബന്ധം അധികം കാലം മുന്നോട്ട് പോയില്ല. അവർ ജാതിയുടെ പേരും പറഞ്ഞ് വേർപിരിഞ്ഞു. അവർ വിവാഹബന്ധം വേർപെടുത്തി. പക്ഷെ ഈ മോഹൻകുമാർ ഭയങ്കരനായിരുന്നു. അദ്ദേഹം വീണ്ടും അടുത്ത 2 വിവാഹങ്ങൾ അടുത്തടുത്തായിട്ട് കഴിച്ചു. അതിൽ കുട്ടികളുമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മോഹൻകുമാർ അടുത്ത ഒരു സ്ത്രീയെ കണ്ടെത്തി അവളായിട്ട് പ്രണയത്തിലായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ രത്നയോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ 3 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നൊന്നും മോഹൻകുമാർ പറഞ്ഞില്ല. പക്ഷെ ഇതറിയാതെ രത്ന മോഹൻകുമാറിനെ വിവാഹം കഴിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതൊരു ശല്യമായി മാറുകയാണെന്ന് മനസ്സിലാക്കിയ മോഹൻകുമാർ രത്നയെ കൊല്ലാൻ പദ്ധതി പ്ലാൻ ചെയ്തു. അങ്ങനെ മോഹൻകുമാർ നേത്രാവതി പുഴയുടെ മുകളിലുള്ള പാലത്തിന് മുകളിൽ നിന്നും രത്നയെ താഴത്തേക്ക് തള്ളിയിടാനുള്ള പദ്ധതിയുമായിട്ട് രത്നയെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ തള്ളിയിട്ടു. പക്ഷെ ആ പാവം രക്ഷപ്പെടുകയായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു രത്ന. താഴെ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടവര് ഈ വഞ്ചിയിലൊക്കെ വന്ന് വലവീശി ഇങ്ങനെ മത്സ്യം പിടിച്ചു വരുന്നവര് ഈ രത്നയെ രക്ഷപ്പെടുത്തി അവളെ ഹോസ്പിറ്റലിലാക്കി. അവൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ അവൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിന്റെ പേരിൽ അങ്ങനെ മോഹൻകുമാർ ആദ്യമായി പിടിക്കപ്പെട്ടു. അങ്ങനെ ജയിലിലാക്കപ്പെട്ടു. അങ്ങനെ മോഹൻകുമാർ കഴിഞ്ഞിരുന്ന ആ സെല്ലിൽ വെച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരൻ, ഒരു തട്ടാനുമായിട്ട് പരിചയപ്പെട്ടു. ആ തട്ടാൻ ആ സ്വർണ്ണപ്പണിക്കാരൻ ഒരു പാവം മനുഷ്യനായിരുന്നു. കാരണം അദ്ദേഹം യാദർച്ഛികമായിട്ടാണ് കേസിൻ്റെ അകപ്പെട്ട് ഇവിടെ വന്ന് പെട്ടുപോയതെന്ന് മോഹൻകുമാറിനോട് സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് വന്നു പോയത്, ഇവിടെ എങ്ങനെ വരാൻ എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ സ്വർണ്ണപ്പണി ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വേസ്റ്റുകളൊക്കെ കളയുമായിരുന്നു. അങ്ങനെ ഞാനത് യാദർച്ഛികമായിട്ട് അറിയാതെ ഒരു പറമ്പിൽ ഉപേക്ഷിച്ചു. അപ്പൊ അവിടെ പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുക്കളും ആടുകളൊക്കെ അത് കഴിച്ച് മരണപ്പെട്ടു പോയി. അപ്പൊ അവറ്റകളെ കൊന്നു എന്ന കാരണത്താലാണ് ഞാനിവിടെ പെട്ടുപോയത്. അപ്പൊ അതങ്ങനെയാണ് ഈ സ്വർണ്ണപ്പണിക്ക് ഉപയോഗിക്കുന്ന വേസ്റ്റ് കഴിച്ച് എങ്ങനെ ഈ ജീവികൾ മരിക്കുന്നതെന്ന് ഈ മോഹൻകുമാർ കുത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ സൈനൈഡ് ഉപയോഗിക്കും സ്വർണ്ണപ്പണിക്ക് പോളിഷ് ചെയ്യാനായിട്ട്, സ്വർണം പോളിഷ് ചെയ്യാനായിട്ട് സൈനൈഡ് ഉപയോഗിക്കും. 2 വിധമുണ്ട് സൈനൈഡ്. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിന്റെ കുറച്ച് കഴിച്ചാൽ മതി, ഒരു ഗുളികയുടെ 4ൽ 1 ഭാഗം മതി സൈനൈഡ് ഒരാളെ കൊല്ലാനായിട്ട്. അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദനയോടുകൂടി 3 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ ഒരാൾ മരിക്കും, അല്ലെങ്കിൽ രക്തവുമായി കലരുകയാണെങ്കിൽ സെക്കൻഡ് വേഗത്തിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ മോഹൻകുമാറിന്റെ തലയിൽ അതൊരു ഭയങ്കര സൈക്കോപാത്തിന്റെ വളർച്ചയിലേക്കുള്ള കത്തലായി മാറി. അദ്ദേഹം അങ്ങനെ അത് മനസ്സിലിട്ട് ഇങ്ങനെ ഊതി വീർപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ജയിൽ മോചിതനായ ശേഷം മോഹൻകുമാർ എന്ന ആ മനുഷ്യൻ നേരെ പോയത് എവിടേക്കാണെന്നറിയാമോ? നേരെ പോയത് അദ്ദേഹം ഈ സൈനൈഡ് കിട്ടാനുള്ള സ്ഥലങ്ങൾ തേടിയാണ്. അവിടെ ചെന്നുകൊണ്ട് ഞാൻ സ്വർണ്ണപ്പണിക്കാരനാണെന്ന് അവരെ പറ്റിച്ചു, അവരെ കബളിപ്പിച്ച് ഈ സൈനൈഡ് മേടിച്ചെടുത്തു. എന്നിട്ട് സൈനൈഡ് ഗുളികൾ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പണി ആരംഭിക്കുകയാണ്. അങ്ങനെ 2003 മുതലാണ് ഇദ്ദേഹം ഈ കൊലപാതക പരമ്പര തുടക്കമിടുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പാവപ്പെട്ട പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് ഇയാളിങ്ങനെ ശ്രദ്ധിച്ച് അവരുടെ നീക്കങ്ങളൊക്കെ പരിശോധിച്ച് ഇങ്ങനെ കാത്തിരുന്ന് അവരുമായിട്ടൊരു അടുപ്പത്തിലാവുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവരെ ഫോൺ വിളിക്കുകയും അങ്ങനെ അവരോട് പറയും, സ്ത്രീധനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സർക്കാർ ജോലിയുണ്ട്, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾ അത് കേട്ട് വീണ് പോകുന്നു, ഈ ദുഷ്ടന്റെ കെണിയിൽ പെട്ടുപോകുന്നു. അങ്ങനെ അവര് ഇയാളുടെ വാക്ക് കേട്ട് വീട്ടിൽ നിന്ന് സ്വർണവും പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ബാഗിലാക്കി രാത്രിക്ക് രാത്രി ഇയാളോടൊപ്പം ഒളിച്ചോടുന്നു. അങ്ങനെ ഒളിച്ചോടിപ്പോയി ദൂരെ സ്ഥലത്ത് എവിടെയെങ്കിലും ചെന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അങ്ങനെ ഒരു രാത്രി അവിടെ കഴിയുന്നു. പിറ്റേന്ന് ഇവരെ വീണ്ടും ബോധപൂർവം തന്നെ പലതും പറഞ്ഞ് മയക്കി ഏതെങ്കിലും ഒരു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിക്കുന്നു. എന്നിട്ട് ഇയാൾ പറയുന്നു, സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാഗിൽ ഊരി വെച്ചേക്ക്, ഇതൊന്നും ഇട്ടുകൊണ്ട് ഇങ്ങനെ ബസ്സിൽ കയറി യാത്ര ഒന്നും ചെയ്യണ്ട, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും അത് പിടിച്ചു പറിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ അതൊക്കെ കേട്ട് ബാഗിലാക്കി വെക്കും. അങ്ങനെ ഇരിക്കെ ഇയാളുടെ കയ്യിലുള്ള ഗുളിക, സൈനൈഡ് ഗുളിക, വിഷം ഈ
സ്ത്രീകൾക്ക് കൊടുക്കും. ഇത് ഗർഭനിരോധന ഗുളികയാണ്, ഇത് കഴിച്ചോളൂ, ഇത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗർഭം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ അത് കേൾക്കുകയും ഇയാളെ വിശ്വസിക്കുകയാണ്. കാരണം ഇയാൾ ഭാവിയിൽ തൻ്റെ ഭർത്താവാണെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ആ സ്ത്രീകൾ അത് മേടിക്കുകയും അത് കഴിക്കാനായിട്ട് കയ്യിൽ വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇയാൾ പ്രത്യേകിച്ച് പറയുന്നു, ഈ ശൗചാലയത്തിലോ ശുചിമുറിയിലോ എവിടെയെങ്കിലും പോയിട്ട് വേണം കഴിക്കാൻ. കാരണം ഇത് കഴിക്കണ മാത്രമേ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അപ്പോൾ അത് കാരണം അതങ്ങനെ കഴിച്ചാൽ മതി, ഇവിടെയൊക്കെ വെച്ച് കഴിച്ച് ഇവിടെയൊക്കെ ഛർദ്ദിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതാണ് അങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ ചീത്തയാവുമല്ലോ. ഓട്ടോമാറ്റിക്കലി ഏതൊരു മനുഷ്യനും ആ ഒരു സംസാരത്തിൽ വർത്തമാനത്തിൽ വീണ് പോകും. അങ്ങനെ ആ സ്ത്രീകളും വീണ് പോയിട്ടുണ്ട്. പാവപ്പെട്ട സ്ത്രീ അങ്ങനെ നേരെ ഒരു ശൗചാലയത്തിൻ്റെ അകത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് ഇത് കഴിക്കുന്നു, ഗുളിക കഴിക്കുന്നു, സൈനൈഡ് ഗുളിക കഴിക്കുന്ന മാത്രയിൽ ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ കടുത്ത വേദനയോട് കൂടി തന്നെ പരവേശത്തോടു കൂടി വായിൽ നിന്നും നുരയും പതയൊക്കെ ചാടി അവരവിടെ മരിച്ചു വീഴുന്നു. ഒരു മനുഷ്യനും അറിയുന്നില്ല. പുറത്തു നിൽക്കുന്ന മോഹൻകുമാർ കൃത്യമായ തൻ്റെ പ്ലാനും പദ്ധതികളും അവിടെ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ബാഗിലുള്ള സ്വർണവും പൈസയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ആ മൊബൈൽ ഫോൺ തൻ്റെ കയ്യിലുള്ളത് വെച്ച് മറ്റ് സ്ത്രീകളെ, അടുത്ത തൻ്റെ ഇരയെ കണ്ടെത്തുന്നു. അവരെ ഇതിൽ നിന്നും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഇതേ രീതിയിലൂടെ ഇങ്ങനെ ചതിക്കുന്നു. അങ്ങനെ ചതിച്ച് പോകുന്നൊരു പക്ക ഫ്രോഡാണ് ഈ മോഹൻകുമാർ എന്ന ഈ മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം 20ഓളം 22നും 35നും ഇടയിലുള്ള പെൺകുട്ടികൾ ഇതേ രീതിയിൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാരണത്താൽ ഇദ്ദേഹത്തിനെ പോലീസ് പിടികൂടുകയും അനിതയെ കൊന്നു എന്ന കാരണത്താൽ, കാരണം അനിതയെ കൊന്ന ശേഷം ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും അനിതയുടെ സ്വർണങ്ങളും 4 മൊബൈൽ ഫോണുകളും 8 സൈനൈഡ് ഗുളികകളും കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇതേ കാരണത്താൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും ഈ മനുഷ്യൻ സ്വന്തമായിട്ട് വാദിച്ച് അത് ജീവപര്യന്തമാക്കി മാറ്റി. ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ആ പക്കാ ക്രിമിനൽ കൊടൂരൻ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ 2003 മുതൽ 2009 വരെ നീണ്ട പരമ്പരയ്ക്കിടയിൽ അദ്ദേഹം കൊന്ന സ്ത്രീകളുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, 20ഓളം സ്ത്രീകൾ. പക്ഷെ ഇതൊന്നും അറിയാതെ ദൃക്സാക്ഷികളില്ലാതെ 30ഓളം കേസുകൾ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഇപ്പൊ 60 ആ ഒരു വയസ്സൊക്കെ എത്തിക്കാണും. അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ പാവപ്പെട്ട സ്ത്രീകളെ ചതിച്ചു കൊല്ലുന്ന ഒരു കൊടൂരനായ മനുഷ്യൻ. സൈനൈഡ് മോഹൻ എന്ന് അദ്ദേഹത്തിന് പേര് വീഴുകയും ചെയ്തു. അങ്ങനെ സൈബർ വിങ് ഇദ്ദേഹത്തിന്റെ കേസ് അങ്ങനെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഒരിക്കല് സൈബർ വിങ്ങിന് ഒരു കോൾ വന്നു. ഒരു അതിജീവിതയാണ് വിളിച്ചത്. അതായത് ഇദ്ദേഹത്തിന്റെ കെണിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടുപോയ ഒരു പാവം സ്ത്രീ വിളിക്കുകയുണ്ടായിരുന്നു. അവർ പറയുകയാണ്, ഞാൻ ഇതേപോലെ തന്നെ മോഹൻകുമാറിന്റെ ചതിയിൽ അകപ്പെട്ടൊരു സ്ത്രീയാണ്. എനിക്ക് ഇതേപോലത്തെ ഈ രീതിയിൽ ഇതേ സെയിം അവസ്ഥയിൽ തന്നെ എനിക്ക് സൈനൈഡ് ഗുളിക തന്നിട്ടുണ്ട് ഇയാള്. പക്ഷെ ഞാനത് കഴിച്ചില്ല. അത് എനിക്ക് പെട്ടെന്ന് ആ ഗുളിക കഴിക്കാനായിട്ട് ശൗചാലയത്തിൻ്റെ അകത്ത് കയറി വായിലേക്ക് എടുത്തു വയ്ക്കാതെ പെട്ടെന്നൊരു ബോധക്ഷയവും മയക്കവും ഒക്കെ വന്നു. ഞാൻ അവിടെ വീണ് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നെ ഞാൻ ഇയാളെ പിടിക്കണമെന്നോ ഇയാൾക്ക് എതിരെ കേസ് കൊടുക്കണമെന്നോ ഒന്നും ഒരു തരത്തിലും പോയില്ല. അങ്ങനെ പോയാൽ ഞാൻ ഒരു രാത്രി ഇയാളോടൊപ്പം കഴിഞ്ഞത് എല്ലാവരും അറിയും, അതെൻ്റെ വീട്ടുകാരറിയും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. പക്ഷേ ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. ഞാനിപ്പോൾ വിവാഹിതയാണെന്നും കൂടി അവർ പറയുന്നു. അതോടുകൂടി പോലീസ് പൂർണ്ണമായി ഉറപ്പിച്ചു ഇയാളാണ് എല്ലാ ക്രൂരമായ കൃത്യങ്ങളും ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് ഓർക്കണം, നമ്മൾ അത്രയേറെ കൊടൂരൻ എന്നല്ല, അതിൽ വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ചേർത്ത് പറയണം. അത്രയേറെ ദുഷ്ടനിൽ ദുഷ്ടനായിട്ടുള്ള മനുഷ്യനാണ് ഈ മോഹൻകുമാർ. അധ്യാപക ജീവിതത്തിനിടയിൽ അദ്ദേഹം ചെയ്തു വെച്ച, അതായത് സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ വഴികളായിരുന്നു ഇതൊക്കെ. അവരെ കൊന്നുകളയുക, അവരുടെ ആഭരണങ്ങളും സ്വർണങ്ങളും കവരുക, അത് വെച്ച് സുഖിച്ച് ജീവിക്കുക, അടുത്ത സ്ത്രീയെ കണ്ടെത്തുക, അവരെ കൊന്നുകളയുക, ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അനിത എന്ന് പറഞ്ഞിട്ടുള്ള ആ 22 വയസ്സുകാരിയെ കൊന്നതിന് ശേഷമാണ് അദ്ദേഹം പോലീസിന്റെ ആ കേസും കാര്യങ്ങളും മുന്നോട്ട് പോയതുകൊണ്ടാണ് പിടിയിലാവുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പിടിയിലാവില്ല. ഇപ്പോഴും ആ പരമ്പര ഇങ്ങനെ തുടർന്ന് അങ്ങനെ പോയേനെ. അപ്പൊ നമ്മളങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ഈ സംഭവത്തെ സൂചിപ്പിച്ചു പോകുന്നത് കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലേക്കാണ്. കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന, നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ സൈനൈഡ് മോഹനായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്നു. മമ്മൂട്ടിയുടെ നായകനായിട്ട് എതിരെ നിൽക്കുന്ന നായകനായിട്ട് മാറുന്നത് വിനായകനാണ്. വിനായകന്റെ എതിരെ നിൽക്കുന്ന വില്ലനായിട്ട് മാറുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ഒരുപാട് വില്ലൻ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതും ഭയങ്കര ഒരു സംഭവമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. കാരണം സൈനൈഡ് മോഹൻ എങ്ങനെയാണ് ഈ കൊലപാതക പരമ്പരയിലേക്ക് കടന്നു വന്നത്, എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായതൊക്കെ കൂടുതലായിട്ട് നമുക്ക് സിനിമയിലൂടെ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.
2009 അനിത മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് ഈ കൊലപാതക പരമ്പരയൊക്കെ ഇങ്ങനെ പോലീസ് കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ അതും കണ്ടെത്താതെ ഇങ്ങനെ എവിടെയെങ്കിലും മയങ്ങിക്കിടന്നേനെ. ഈ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിന്റെ പേര് തന്നെ വ്യത്യസ്തമാണ്. കാരണം അത് തിരുവനന്തപുരത്ത് വെള്ളായിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവി ആചാരത്തിന്റെ പേരാണ് കളങ്കാവൽ. അപ്പൊ ഈ ദേവി ആചാരത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് കാളിയും ദാരികനും തമ്മിലുള്ള ഒരു അംഗമാണ് പറയുന്നത്. അപ്പൊ കാളിയായിട്ടുള്ള നായകൻ വിനായകനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അതേപോലെ തന്നെ ദാരികനായിട്ട് മമ്മൂട്ടിയെയും ചേർത്ത് വയ്ക്കാം. മമ്മൂട്ടിയിൽ വില്ലനാണല്ലോ. അപ്പൊ ആ ഒരു ചേർത്തുവെപ്പും കൂടി ഈ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഈ യഥാർത്ഥ സംഭവത്തെയും മറ്റേ നമ്മുടെ സംവിധായകൻ മനസ്സിൽ കണ്ട കഥയെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ വെള്ളിത്തിരയിൽ ഒരുക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈനൈഡ് മോഹൻ ഈ അനിത മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള 22 വയസ്സുകാരിയെ കൊന്നതിന് ശേഷം, കൊലപ്പെടുത്തിയതിന് ശേഷം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നു. അനിത മുല്ലയോട് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായത് കൊണ്ടാവാം, മനസ്സിലുള്ളൊരു പശ്ചാത്താപം കൊണ്ടാവാം, അനിതയെ കൊന്നു എന്നുള്ള ആ പശ്ചാത്താപം ഇങ്ങനെ വളർന്ന് ഒരു വടവൃക്ഷമായത് കൊണ്ടാവാം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ പൂജാരിയോട് രഹസ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു നാരി ഹത്യ ചെയ്തു, അറിയാതെ ചെയ്തു പോയതാണ്, അതൊന്ന് മായ്ച്ചു കിട്ടാനായിട്ട്, അതിൽ നിന്നും ഒന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടാനായിട്ട് ഒരു പൂജ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പൂജാരി സത്യത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. അങ്ങനെ ഈ പൂജാരിയും കൂടി പോലീസിന് മൊഴി കൊടുത്തു. പൂജാരി ഉറപ്പിച്ചു, നേരിട്ട് ഈ മോഹൻകുമാറെ കണ്ടപ്പോൾ ഉറപ്പിച്ചു, അന്ന് തന്നോട് പറഞ്ഞ ആള് ഇത് തന്നെയാണെന്ന് പൂജാരി ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മോഹൻകുമാറെ പിടിക്കുകയായിരുന്നു പോലീസ്. പക്ഷെ ജീവപര്യന്തമായിട്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഇയാൾ തന്നെ വാദിച്ച് അതിൽ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നു. അപ്പൊ ഇതാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം പറഞ്ഞ യഥാർത്ഥ കഥ. അപ്പൊ നമുക്ക് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം.